ചേച്ചി നമസ്കാരം. ചേച്ചി, വെടിക്കെട്ട് ഇന്നലെ വെളുപ്പിന് 4 മണിക്കാണ് നടക്കുന്നത്. അത് രാവിലെ 7 മണിക്കായി, വൈകി. എന്താണ് അഭിപ്രായം? അതേ ശ്രീരാം സ്വാമിയുടെ കൊടമാറ്റവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. എന്താണ് സംഭവം? അത് അയോധ്യയിലെ വിഷയം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും. അതിൻ്റെ ഒരു പ്രതിഷേധമായിരുന്നു ആയിരിക്കും. ഇത് നിരന്തരമായിട്ട് ക്ഷേത്രങ്ങൾക്ക് നേരെ മാത്രമാണ് ഹൈന്ദവർക്ക് മാത്രം ഇല്ലല്ല. ഇതിനൊരു മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവണല്ലോ, സുരേഷ് ഗോപി വരണല്ലോ. സുരേഷ് ഗോപി ജയിച്ചതിന് മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് നല്ല പ്രവർത്തനമാണല്ലോ. ഉറപ്പായിട്ടും അത് പ്രവർത്തിക്കുന്നില്ലല്ലോ. പ്രതാപം വന്നിട്ട് കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. 5 വർഷം വെച്ചിട്ടായിരുന്നു. നീതിയുടെ മാത്രം ശരിയാകുന്നില്ല മോനെ, പ്രവർത്തിക്കണ്ടേ. സുരേഷ് ഗോപി ഈ പ്രവർത്തിക്കുന്ന സേവനം ചെയ്യുന്നതിന്റെ പേരിൽ മാത്രം നാട്ടുകാർ വോട്ട് ചെയ്യണമെന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. ജാതി മതം വർഗീയം നോക്കാതെയാണല്ലോ അദ്ദേഹത്തെ പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ ഫുൾ ടൈം. ഇപ്പോൾ 7 ലക്ഷം സ്ത്രീ വോട്ടർമാരാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ. അപ്പോൾ അതിൽ ഭൂരിഭാഗം നേടാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. പിന്നെ അല്ലാതെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് വേണ്ട. തീർച്ചയായും നമുക്ക് ചെയ്യുന്നത്. അത് ഞങ്ങൾ വർക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായും സപ്പോർട്ട് വരുന്നുണ്ട്. വലിയൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. ഇത്തവണ പരാജയപ്പെടാൻ എന്തെങ്കിലും സാധ്യത? പരാജയത്തിൽ ശവന്മാർ ഒത്തു കളിക്കും. അതിന് പരാജയത്തിന് സാധ്യത ഒത്തു കളിക്കും. അപ്പൊ നമ്മൾ വിജയിക്കണല്ലോ, അതാണ് നമ്മുടെ പങ്കാളിക്കുന്നത്. ഇത്തവണ മാത്രം ഒരു പ്രതീക്ഷ, ഇത്തവണ തോറ്റു ഇത്തവണ മാറ്റി കുത്തണമെന്നാണ് എല്ലാവരും പറയുന്നത്. താമര ചിഹ്നം കാണുന്ന സമയത്ത് കുത്താത്ത മടുത്തു എന്ന് പറയുന്നത്. വിജയം ഉറപ്പാണ് സുരേഷ് ഗോപി. സുരേഷ്. ചേച്ചി നമസ്കാരം. ചേച്ചി, ഇന്നലെ വെടിക്കെട്ട് 4 മണിക്ക് നടക്കേണ്ടത് രാവിലെ 7 മണിക്കായി. എന്താണ് ചേച്ചി അഭിപ്രായം? എന്താണ്? വളരെ മോശം അഭിപ്രായം. കണ്ട നാളിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഞങ്ങള് ചെറുപ്പം തൊട്ടേ കാണുന്നതാണ്. വെടിക്കെട്ടും പൂരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു ഭയങ്കര ഒരു ഇതാണ്. നമ്മളെ ഒരു കൊല്ലത്തോളം പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവമാണ്. പക്ഷെ അത് നടന്നില്ല പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് വരുന്നത്. ഇന്നലെ എത്ര മണിക്ക് വന്നതാ? ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത്. നമ്മള് അത് പ്രതീക്ഷിച്ച് നേരത്തെ നൈറ്റിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞു നടത്താൻ സാധ്യതയില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണ്ടായത്. പിന്നെ ഇന്ന് പുലർച്ചെ പിന്നെ കാണാനും പറ്റിയില്ല, മിസ്സായി ഞങ്ങൾക്ക്. ഇതിന്റെ പുറകില് നിരന്തരമായിട്ട് ക്ഷേത്രത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഓരോ വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ ഒരുപാട് ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ടല്ലോ. പിന്നെ കുഴപ്പമില്ല, നമ്മളത് ശരിയാവും വിചാരിക്കുന്നു. സുരേഷ് ഏട്ടൻ വന്നു കഴിഞ്ഞൊക്കെ ശരിയാവും വിചാരിക്കും. രാഷ്ട്രീയക്കാർ ഇതിന്റെ ഉള്ളിൽ ഇടപെടുന്നുണ്ടെന്ന് ഉണ്ട്. നല്ല ശക്തമായിട്ടുള്ള ഇടപെടലുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം മൂലം പിന്നെ അവരുടെ ഒരു ഇൻവോൾവ്മെന്റും തന്നെയാണ് ഇതില് ഈ പൂരൊക്കെ ഇത്രമാത്രം അലങ്കോലപ്പെടുത്താനുണ്ടായ ഒരു കാരണം. അതും കൂടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ചേച്ചി, നമ്മള് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇടപെടല് രാഷ്ട്രീയക്കാരുടെ. മറ്റ് മതസ്ഥരുടെ വിഷയങ്ങളൊന്നും ഇടപെടാറില്ല. അപ്പോൾ ഇത് എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? നമ്മളിപ്പോ ഹിന്ദുക്കളുടെ മാത്രമാണല്ലോ കൂടുതലും അധിക്ഷേപിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മറ്റു മതസ്ഥരെന്ന് പറയുമ്പോൾ അവരുടെ എന്താ പറയാ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ. അവര് അത് സമ്മതിക്കില്ല, ഇൻവോൾവ്മെന്റ് അവര് സമ്മതിക്കില്ല. പക്ഷെ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലല്ലേ കൂടുതലും ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ ക്ഷേത്രോത്സവങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? ഉത്സവങ്ങൾ ഇതുപോലെ അലങ്കോലമാക്കുന്നതും നമ്മുടെ മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇല്ലാണ്ടാക്കുന്നതിന്റെ പേരിൽ ഒരു വിഷമുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കയറുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇത് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ ജനങ്ങൾക്ക്. ഭാവിയിൽ ഇതൊക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ഇപ്പൊ സുരേഷ് ഗോപി ഇതിൽ ഇടപെട്ടു എന്ന് അറിഞ്ഞല്ലോ, ശരിയാണോ? ശരിയാണ്. ഇന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരുവമ്പാടി പത്തായപുരയുടെ അവിടെ വെച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് നമ്മുടെ തന്നെ വീഡിയോസ് കുറെ ചാനലുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആള് ഇടപെട്ടാൽ എല്ലാം നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു. സുരേഷ് ഗോപിക്കുള്ള സാധ്യത ഉണ്ടോ തൃശ്ശൂര്? സുരേഷ് ഗോപി വരണമെന്ന് 100% ആഗ്രഹിക്കുന്നതാണ്. സുരേഷ് ഗോപി വന്നാലേ ഇനി തൃശ്ശൂർക്കാർക്ക് ഒരു രക്ഷയുള്ളൂ. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, ഭാരതത്തിന് മൊത്തം കേരളത്തിന് മൊത്തം ഒരു രക്ഷ ഉണ്ടാവണമെങ്കിൽ സുരേഷ് ഗോപി ചേട്ടൻ വരണമെന്ന്. അങ്ങനെ പറയാനുള്ള കാരണം ആളുടെ ഇടപെടലും എന്താ പറയാ സാധാരണ ജനങ്ങളോടുള്ള ആളുടെ കമ്മിറ്റ്മെന്റ്. ഒരു ഇപ്പൊ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ആളുടെ സഹായം തരലും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശംസനീയമാണ്. മറ്റേത് രാഷ്ട്രീയ പാർട്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ആള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ആള്. 7 ലക്ഷം സ്ത്രീ വോട്ടർമാരാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. അത് സുരേഷ് ഗോപിക്ക് അനുകൂലമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീകൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം
ഒരുപാട് സ്ത്രീകൾക്ക് എന്താ പറയുക ഇപ്പൊ പാർലമെന്റിൽ തന്നെ ഒരുപാട് സീറ്റ് കിട്ടാനും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ലാണ്ടായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പോ അങ്ങനെ സ്ത്രീകളെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യണ ഒരു ഇതായിട്ട് തോന്നുന്നത് ഇപ്പോ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഇതാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപിക്കാണോ സാധ്യത തൃശ്ശൂരിൽ? സുരേഷ് ഗോപിക്കാണ് സാധ്യത എന്ന് വിശ്വസിക്കുന്നു, വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിതമായിട്ട് എന്താണ് അതിനെപ്പറ്റി? ഒന്നും നടക്കാനില്ല, ഇതിനെക്കാട്ടും വലിയ മോശമായിട്ടുള്ള അവസ്ഥ മാത്രം പ്രതീക്ഷിക്കാനുള്ളൂ തൃശ്ശൂരിന്റെ. ഒന്നും നടക്കില്ല, ഒരു ചുക്കും നടക്കില്ല. സുനിൽകുമാറോ? ഒന്നും നടക്കില്ല. സുനിൽകുമാറിന്റെ ഇതിലല്ലേ ഇപ്പൊ നടക്കുന്നേ. ഇപ്പൊ ഈ പൂരം വരെ ഇങ്ങനെ അലങ്കോലപ്പെട്ടത് ആളുടെ ഒരു ഇതുണ്ടാവുമല്ലോ. ആള് സ്ട്രോങ് ആണെങ്കിൽ ഇപ്പൊ ഈ പൂരൊക്കെ ഇങ്ങനെ അലങ്കോലമാവോ? ഇല്ലല്ലോ. തൃശ്ശൂരിലെ ഹൈന്ദവ സമൂഹം ആർക്കൊപ്പം? സുരേഷ് ഗോപി ചേട്ടന്റെ ഒപ്പം. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഈ വെടിക്കെട്ട് വയ്ക്കുന്ന സമയത്ത് എന്താ പറയാനുള്ളത്? നമുക്കൊരു അഭിപ്രായം ഇല്ലേ? സാധാരണ നമ്മൾ മര്യാദക്ക് നടക്കുന്ന കാര്യമില്ലേ? ഇത് മറ്റുള്ള ആൾക്കാരെ ഓരോരോ പ്രഷർ കാരണം പോലീസ് അല്ല ഡിപ്പാർട്ട്മെന്റൊക്കെ പ്രശ്നം കാരണം ഒഴുകിയതാ. അല്ല ഇതിനൊന്നും ആവശ്യമില്ല. ശരിക്കും ഇത് സാധാരണ നടക്കുന്ന ഒരു സംഭവം. അത് ഇപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് ആളുകൾ വരുന്നാണല്ലോ പൂരത്തിന്, അവർക്കൊരു ബുദ്ധിമുട്ടല്ല. ഞങ്ങളൊക്കെ പാലക്കാട് നിന്ന് വരുന്നത്. നിങ്ങൾ വെളുപ്പിന് തിരിച്ചു പോകണ്ടായിരുന്നു, പക്ഷെ പിന്നെ പോയില്ല. ഇത് കണ്ടു, ഏതായാലും വന്നല്ലേ. ഇനി ഉച്ചക്കത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത് കഴിഞ്ഞിട്ട് പരിപാടി ചെയ്തു. അതന്നെ മുമ്പിൽ തന്നെ ഞങ്ങളെ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നതാണ്. മോശമായി പോയി. അതായത് ഈ പോലീസിന് ആവശ്യമില്ലാത്ത നിബന്ധനകള്, അതാ മെയിൻ പ്രശ്നം. ക്ഷേത്രങ്ങളിൽ മാത്രമാണോ? പള്ളിയിൽ വെടിക്കെട്ടില്ലല്ലോ. മറ്റ് സംവിധാനങ്ങള് വെടിക്കെട്ടുള്ള പള്ളികളുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ വെടിക്കെട്ടുണ്ട്. അല്ല, അവിടെ ഒന്നും ഈ പ്രശ്നം ഇതുവരെ കേട്ടില്ല. നമ്മളെ ഈ അമ്പലങ്ങളിലെ പ്രശ്നങ്ങളെ കാര്യമായിട്ട് കേട്ടിട്ടുള്ളൂ. വെടിക്കെട്ട് പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, ഒരുപാട് നിബന്ധനകള്. ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അടുത്ത വർഷം ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാവരുത് എന്നാണോ? ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. അതല്ലേ നമുക്ക് പറയുള്ളൂ. പൂരൊക്കെ എങ്ങനെയുണ്ട്? ആഘോഷം അടിപൊളി 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 സൂപ്പർ. തീർച്ചയായിട്ടും ഉണ്ടാവും. വെടിക്കെട്ട് ഇത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഇതന്നെ. എത്ര ആൾക്കാര് ഇന്നലെ 2 മണിക്ക് പൊട്ടേണ്ട വെടിക്കെട്ട് കാണണമെന്ന് അത്രയും ഇതായിട്ട് കാണുന്ന കുറേ ആൾക്കാർ പോയി വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ടിരുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് പൊട്ടേണ്ട ഇപ്പം പോയി വണ്ടിയിൽ പോയിട്ട് ഇന്ന് ടി വിയിൽ കണ്ട് ഉച്ചയ്ക്ക് ഇവിടെ വരുമ്പോഴേക്കും പിന്നെ 1 മണിയിൽ വെടിക്കെട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് പോകാന്നേക്കാ. അത് ഭയങ്കര ഒരു ഇതാണ് അത് ചെയ്തിട്ടുള്ളത്. മോശപ്പെട്ട പരിപാടിയാണ്. എന്റെ അഭിപ്രായത്തില്ല. ഒരുവിധ ആൾക്കാർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിരന്തരമായിട്ട് പൂരങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂരത്തെ ഓരോ പരിപാടി വെച്ച് നോക്കുമ്പോൾ ഇത് കുറെ 2-3 കൊല്ലം ഇങ്ങനെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അത് മോശം പരിപാടിയാ. വൈകിട്ട് രാവിലെ 4 മണിക്കാണല്ലോ പരിപാടി നടത്തുന്നത്. അല്ല, വെടിക്കെട്ടുണ്ടായിരുന്നത് 2 മണി തൊട്ട് പോയിട്ട് ഈ അമിട്ടും മറ്റു സാധനങ്ങളൊക്കെ വൈകുന്നേരം പൊട്ടി വിരിയുന്നുണ്ടല്ലോ കാണാൻ ഭംഗി. അപ്പം അതിൽ പൊട്ടിച്ച ഇതുണ്ട്. അത് വെടിക്കെട്ട് കാണേണ്ടത് രാത്രിയാണ്. രാത്രി കാണാനുള്ള സംവിധാനം പോലീസും ഒരുക്കിയില്ല, മറ്റുള്ള ഇതൊന്നും ഉണ്ടായില്ല. ബാരിക്കേഡ് വെച്ച് ഇതൊക്കെ അടച്ച് ഞങ്ങൾ ഏരിയൊക്കെ ചാടിയ വീട്ടിലേക്ക് പോയത്. കാലത്ത് ഇങ്ങോട്ട് വന്നു. ഉച്ചക്കലത്തെ വെടിക്കെട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ടപ്പോൾ വന്ന് നിൽക്കണം. മഠത്തിൽ വരവുണ്ടല്ലോ, മഠത്തിൽ വരവ്, അതിനെയും ഇന്നലെ തടസ്സം വന്നിരുന്നു. അത് ക്ഷേത്രത്തിലൊരു ആചാരമായിരുന്നല്ലോ. അത് വരേണ്ടതാണ്. ശരിക്കും കൊല്ലങ്ങളായിട്ട് നടത്തി വരാറുള്ളതാണ്. മഠത്തിൽ വരവും ക്ഷേത്രാചാരങ്ങളിൽ പെട്ടത് തന്നെയാണ് മഠത്തിൽ വരവ്. പാറമേക്കാവിൻ്റെയും ഇതിൻ്റെയും തമ്മിലുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും അത് കഴിഞ്ഞ് ഇവിടെ വാങ്ങലും ഇതൊക്കെ കാലകാലങ്ങളായിട്ട് ഉണ്ടാവാറില്ല. എനിക്ക് ഓർമ്മ വെച്ചതൊക്കെ ഞങ്ങൾ പൂരം കാണുമ്പോൾ ഇതൊക്കെ ഉള്ളതാ. അപ്പം അതിനിപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഈ ബന്ധം വന്നിട്ടുള്ളത്. മോശം പരിപാടി. മോശമായി.